ഇപ്പോൾ നമ്മോടൊപ്പം ഇതിനൊക്കെ പ്രധാന നമ്മുടെ തിരുവമ്പാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി നമ്മുടെ MLA ലിൻഡോ നമ്മളോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ലിൻഡോ. അപ്പോൾ ഇന്ന് ഒരു പക്ഷേ ഈ നാടിന്റെ നമ്മുടെ കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലത്തെ യാത്രകളൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് നമ്മൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിൽ? പദ്ധതി നമ്മൾ 2020 കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അവസാന ബജറ്റിലാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. പിന്നീട് കൊങ്കൺ റെയിൽ കോർപ്പറേഷനെ ഇതിൻ്റെ SPV നിശ്ചയിച്ച് അവർ ആദ്യത്തെ സാങ്കേതികമായ പഠനങ്ങളിലേക്ക് ആരംഭിക്കുന്നു. അതുമുതൽ ഇങ്ങോട്ടുള്ള വിവിധ ഘട്ടങ്ങളുണ്ട്. അതിൻ്റെ പരിസ്ഥിതി അനുമതി, SIA സ്റ്റഡി, പിന്നീട് ഭൂമി ഏറ്റെടുക്കൽ, നഷ്ടപരിഹാരം വിതരണം, അതുതന്നെ പബ്ലിക് ഹിയറിങ്, ഇതെല്ലാം അങ്ങനെ നിരവധി ഘട്ടം. പിന്നെ സ്റ്റേജ് 1 ക്ലിയറൻസ്, സ്റ്റേജ് 2 ക്ലിയറൻസ്, അത്തരം സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി, സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതി. കഴിഞ്ഞ ദിവസം നമുക്ക് സ്റ്റേജ് 2 ഫൈനൽ ക്ലിയറൻസ് അല്ല, ഇപ്പോൾ എല്ലാ അനുമതിയും ലഭ്യമായി. സ്റ്റേജ് 2 ക്ലിയറൻസ് കൂടി വേണ്ടിയിരുന്നു. സ്റ്റേജ് 1 ക്ലിയറൻസ് നമുക്ക് കണ്ടീഷണലി ആയിരുന്നു. അത് നമുക്ക് വർക്ക് ആരംഭിക്കാം. കുറച്ച് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് നമ്മൾ എങ്ങനെ കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജ് 2 ക്ലിയറൻസ്, സ്റ്റേജ് 2 ക്ലിയറൻസ് കിട്ടി. അപ്പോൾ ഫൈനൽ അപ്രൂവൽ എല്ലാം ആയി. അതെല്ലാം കടന്ന് 2025 ഓഗസ്റ്റ് 31 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തറക്കല്ലിട്ടെടുത്തുന്ന നാള് രാജ്യമിനിസ്റ്റർ പറഞ്ഞതുപോലെ കല്ല് പെറുക്കി വെച്ച് കല്ലിട്ട് വെറുതെ പോകുന്നവരല്ല, കല്ലിട്ട് വെച്ച് ഇപ്പൊ അതിന്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിലേക്ക് കിടക്കുന്നു. വെറുതെ പോകുന്നത് പറയുമ്പോൾ അത് ആർക്കെങ്കിലും കുത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമല്ല എന്ന് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് നമ്മൾ താഴെ കൊടുക്കുകയാണ്. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നമ്മൾ ഈ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും വനപ്രദേശമുണ്ട്, അതോടൊപ്പം തന്നെ ജനവാസ കേന്ദ്രത്തിന്റെ ഒരു തുടക്കത്തിലൊക്കെ ഉണ്ടാവും. ആ സമയത്തുള്ളൊരു എങ്ങനെയായിരുന്നു അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചത്? ഈ രണ്ട് സ്ഥലത്തും, അത് വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഈ ടണലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും സമ്പൂർണ്ണമായും ഈ പദ്ധതിയോട് സഹകരണമായിരുന്നു. ആര് പോയി ചോദിച്ചാലും ഈ പദ്ധതി അനിവാര്യമാണ്, വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റ് തർക്കങ്ങളെ ഉണ്ടായിരുന്നില്ല, ആരും കേസിന് പോയില്ല. പിന്നെ കോഴിക്കോട് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളുടെ കുറച്ച് പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അവർ മാത്രമാണ് കൂടുതൽ തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തർക്കത്തിലേക്ക് പോയത്. അവർ മാത്രമേ കേസിന് പോയുള്ളൂ. ബാക്കി എല്ലാവരും ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ് നിശ്ചയിച്ച തുകയിൽ തൃപ്തരായി. അവർ അതിനാവശ്യം ഗവൺമെൻറ് പൊന്നും വിലയാണ് കൊടുത്തത്. 10,000 രൂപ മാത്രം വില ഉണ്ടായിരുന്ന ഭൂമിക്ക് 2-3 ലക്ഷം രൂപ വീതം എന്താണ് അങ്ങനെ കൊടുത്തു. അത്രയും പൊന്നും വില കൊടുത്താണ് ഗവൺമെൻറ് ഏറ്റെടുത്തത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഒരു സങ്കീർണത ഉണ്ടായിരുന്നില്ല. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളത് നമ്മുടെ നേരത്തെ തന്നെ നമുക്ക് ഫോറസ്റ്റ് ഭൂമി വിട്ട് കിട്ടുന്നതിന് പകരമായി ബദലായിട്ട് നമ്മൾ ഭൂമി കൊടുത്തു. അത് ഇരട്ടി, നമ്മൾ ഏറ്റെടുക്കുന്ന എത്രയാണ് അതിൻ്റെ ഇരട്ടിയിലധികം ഭൂമി നമ്മൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ കാര്യമുണ്ട്, ഇതിന്റെ ഓർക്കുന്നുണ്ടാകും, ഇപ്പോൾ ഒരു എതിർപ്പ് ഇവിടെ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു എതിർപ്പിന്റെ സ്വരം കേട്ടിരുന്നു. എവിടെ നിന്നായിരുന്നു? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകം ഓർമ്മയുണ്ടോ? വയനാട്, ഞാൻ വാചകം ഇങ്ങനെയായിരുന്നു, അതായത് വയനാട്ടിലേക്ക് എളുപ്പം പോകാൻ കഴിയുന്ന തുരങ്കപാത ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്, അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അന്ന് ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണം ലിൻഡോയ്ക്ക് അതെങ്ങനെയായിരുന്നു കിട്ടിയത്? ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരും, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ മുഴുവൻ മനുഷ്യരും അതിനോട് ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ അദ്ദേഹത്തോട് ആ വിയോജിപ്പ് പരസ്യമായി പറയുന്ന നിലയിലേക്ക് വന്നു. ഏത് എതിർപ്പിനെയും മറികടക്കാൻ കഴിയുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ മുഖമായ നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആ പദ്ധതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഉറപ്പായിരുന്നു ആരെതിർത്താലും ഈ പദ്ധതി നടപ്പിലാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. ചെയ്യാൻ പറ്റുന്നത് പറയാവുന്നൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം നടപ്പിലാവുന്ന, എനിക്ക് തോന്നുന്നു ആദ്യത്തെ നമ്മുടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് താമരശ്ശേരി രൂപതയിലെ ബഹുമാനായ ബിഷപ്പ് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം നടപ്പിലാവുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്നുള്ളത്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഓർക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു പ്രൊജക്ടിനെ കുറിച്ച് മനസ്സിൽ വന്നിട്ട് CMന്റെ അടുത്തോട്ട് ഈ പ്ലാനുമായിട്ട് ആദ്യം പോകുന്ന ഒരു മൂവ്മെന്റ്, ആ ഒരു മൊമെന്റ് ഓർക്കുന്നുണ്ടോ എങ്ങനെയായിരുന്നു എന്നുള്ളത്? ആദ്യത്തെ മൂവ്മെന്റ് നടക്കുന്നത് ഒന്നാം ഗവൺമെന്റിലാണ്. അന്ന് ഞാൻ MLA അല്ല, അന്ന് ജോർജ് ഏട്ടനാണ് ഇവിടുത്തെ MLA, ജോർജൻ തോമസ്. പിന്നെ താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിൽ പിതാവ്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു സമിതി ഉണ്ടാക്കി, ആ സമിതിയുടെ ചെയർമാനായിരുന്ന ശ്രീ ജോസ്മത്തെ. അങ്ങനെ ഇവിടുന്ന് ഇവിടുത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി വിശ്വേട്ടൻ, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആദ്യത്തെ പ്രപ്പോസൽ. അപ്പോൾ CMനെ ഇത് പോയി കൊണ്ട് പ്രസന്റ് ചെയ്യുമ്പോൾ CM എന്താണ് നമുക്ക് നോക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നൽകുന്നത്. അത് തന്നെ എപ്പോഴും ബിഷപ്പ് പറയും, CM നോക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചില്ലേ, ഇല്ലെങ്കിൽ CM ആദ്യം പറയും ഇത് നടക്കില്ല എന്ന് ഒറ്റവാക്കി പറയും. നോക്കാമെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നന്നേ പറയും. പക്ഷെ അത് അദ്ദേഹം അതിനെ വളരെ ഗൗരവത്തിലെടുത്തു. അത് എന്താണ് കിഫ്ബി പദ്ധതിയായി. ആദ്യത്തെ തോമസ് ഐസക്ക് ആദ്യം 659 കോടി രൂപ ബജറ്റിലൂടെ നീക്കിവെച്ചു. പിന്നീട് ഓരോ ഘട്ടവും അതിനിർണായകമായി. പിന്നീട് ഞാൻ വരുമ്പോഴത്തേക്കും കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ഇതിൻ്റെ പഠനമൊക്കെ പൂർത്തീകരിച്ച് ആദ്യം നമ്മളൊരു സിംഗിൾ തുരങ്കമായിരുന്നു, പിന്നെ ഇരട്ട തുരങ്കമായി, അത് 4 ലൈനായി.
അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിൻ്റെ തുക ഇരട്ടിയായി. പിന്നെ KN ബാലഗോപാൽ ധനകാര്യമന്ത്രി ആയതിനു ശേഷം 2022 2134 കോടി രൂപയുടെ പുതുക്കിയ ഫണ്ടിന്റെ കാര്യത്തിൽ ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇല്ല. എത്ര തുകയാണെങ്കിലും അത് ഞാൻ ആദ്യം MLA തിരഞ്ഞെടുക്കുമ്പോൾ ഫസ്റ്റ് എൻ്റെ സബ്മിഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇവരുടെ ഇത് ഫൈനൽ പ്രൊജക്റ്റ് ഒന്നും ആയിരുന്നില്ല. അന്ന് CMന്റെ മറുപടി എന്ന് വെച്ചാൽ അത് അനിവാര്യമായ പദ്ധതിയാണ്, ഇനി എത്ര തുകയാണെങ്കിലും അത് അനുവദിക്കുമെന്നതാണ് എൻ്റെ സബ്മിഷൻ്റെ മറുപടി. മുഖ്യമന്ത്രിയുടെ മറുപടി എങ്ങനെയായിരുന്നു? ഇനിയിപ്പോൾ നമ്മൾ ഈ പദ്ധതിയൊക്കെ പരിശോധിക്കുമ്പോൾ 4 വർഷം കൊണ്ട് ഇത് പൂർണ്ണമായും ഗതാഗത യോഗ്യമാകും എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും അതിവേഗതയിലാണ്. 2025 ഓഗസ്റ്റ് 31 ശേഷം 5-6 മാസം പിന്നിടുമ്പോൾ അവിടെ താൽക്കാലിക പാലമൊക്കെ റെഡി ആയി കഴിഞ്ഞല്ലേ? താൽക്കാലിക പാലം, അതിന്റെ സംവിധാനങ്ങൾ എല്ലാം അതിവേഗതയിലാണ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതിനേക്കാൾ വേഗതയിൽ 31 നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് അവിടെ ആ പ്രദേശത്ത് പോയപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുക എന്നൊരു വലിയ ഒരു അത്ഭുതപ്പെട്ടിരുന്നു. വളരെ പെട്ടെന്ന് നിലവിൽ 800 ജോലിക്കാർ അവിടെ വർക്ക് ചെയ്യുന്നു. വിവിധ 800 പേര് മാത്രം. അതെ മറുഭാഗത്തും ഉണ്ടാവില്ല. അതെ അതേപോലെ ഉണ്ട്. അപ്പോൾ അത്രയും ആളുകൾ ജോലി ചെയ്യുന്നു. പിന്നെ നല്ല കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ദിലീപ് ബിൽഡ്കോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. നല്ല ടീം. കൊങ്കണിന്റെ മേൽനോട്ടം 2030 ഈ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിൽ 2030 നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് 2029 ലാസ്റ്റ് 29 അതിലേക്ക് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കഴിയുന്ന നിലയിലാണ്. തീർച്ചയായിട്ടും പോകാൻ വേണ്ടി കഴിയും. ആ നിലയിലാണ്. എൻ്റെ അടുത്ത് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പോൾ 12 മണിക്കൂറേ വർക്ക് ചെയ്യുന്നുള്ളൂ. ടണൽ ബ്ലാസ്റ്റിംഗ് മുതൽ എന്ത് ചെയ്യും 24 മണിക്കൂറിലേക്ക് മാറും. ഫുൾ ഷിഫ്റ്റിലേക്ക് മാറും. ആദ്യത്തെ കടമ്പ് കടന്നു. ഇപ്പോൾ നമ്മൾ പറയുന്ന 8 മീറ്റർ ഒരു ദിവസം പോകാൻ കഴിയുന്ന 24 മണിക്കൂർ വർക്ക് ചെയ്താൽ 8 മീറ്റർ തുറക്കാൻ കഴിയും. 8 മീറ്റർ ഇവിടെ തുറക്കാൻ കഴിയും, 8 മീറ്റർ അപ്പുറത്തും തുറക്കാൻ കഴിയും. അപ്പോൾ 16 മീറ്റർ ഒരു ടണലിൽ. അപ്പോൾ 2 ടണലുണ്ട്. അപ്പോൾ ഒരു ദിവസം 32 മീറ്റർ തുറക്കും. 2 ഇതും കൊണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ലോകത്തിൽ ലഭ്യമായ ഏറ്റവും മികവുറ്റ സാങ്കേതിക സംവിധാനങ്ങളാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിവേഗതയിൽ ഈ ടണലിംഗ് നടത്താൻ വേണ്ടി കഴിയുന്ന മെത്തേഡ് തന്നെയാണ് അവർ പറയുന്നത്. അതാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ മെഷീനറും 4 ഫേസാണല്ലോ വരിക. ഒരു സൈഡ് 2 ഫേസ് അപ്പുറത്ത്. അപ്പോൾ 4 മെഷീനറികളും വന്നു. അപ്പോൾ അത് ആ 4 മെഷീനറികൾ അറ്റ് എ ടൈം വർക്ക് ചെയ്യും.